അതിന്റെ ഭായ് ഒന്ന് ലെഫ്റ്റിലേക്ക് വാ, അല്പം റൈറ്റ്, കുറച്ച് മുകളിലേക്ക് വാ. എന്റെ ചേട്ടാ ഞാൻ കിറ്റ്കിറ്റാ, പ്രാവൊന്നുമല്ല പറക്കാനായിട്ട്. ഞാൻ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പെയിന്റിംഗ് കണ്ടിട്ടേ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. എടാ, പെയിന്റിംഗിൽ തന്നെ ജയിക്കാനായിട്ട് ഇവിടെ ആരും തന്നെ ഇതുവരെ ജനിച്ചിട്ടില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എത്രമാത്രം നല്ലൊരു പെയിന്ററാണ്. തോത്താറാം, എന്ത് പറ്റി? ഇന്ന് പുറത്തിരുന്നാണല്ലോ പെയിന്റ് ചെയ്യുന്നത്. ജിമ്മിൽ എന്താ സ്ഥലം കിട്ടിയില്ലേ? എന്റെ അമ്മോ, ചേട്ടൻ ഇന്ന് ജിമ്മിൽ അടിപൊളി ഒരു പെയിന്റിംഗ് വരച്ചു. അതൊരു ഡമ്പലായിരുന്നു. യഥാർത്ഥ ഡമ്പൽ എന്ന് കരുതി ഞാൻ അതിനെ പൊക്കാൻ നോക്കി. താങ്ക് യു, താങ്ക് യു. ഇനി വായ അടച്ചിട്ട് കുറച്ചു നേരം മിണ്ടാതിരിക്കേ. ഓക്കെ ചേട്ടാ. ഐഡിയ. തോത്താറാം, ഞങ്ങൾക്ക് നിന്റെ സഹായം വേണം. ഹണിയുടെ വൈറ്റ് കോട്ടിലെ കറ പോകുന്നേ ഇല്ല. എന്റെ ഭായ്, തനിക്ക് എന്റെ അല്ല ഡോബിയുടെ സഹായമാ വേണ്ടത്. നിനക്ക് കാര്യം പിടികിട്ടില്ലെന്ന് തോന്നുന്നു തോത്തറ. തോത്താറാമിന് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാത്ത കാര്യങ്ങൾ പോലും തോത്താറാമിന് ഒരിക്കലും അറിയാതിരിക്കാൻ സാധ്യതയില്ല. പോപ്പട്ടെ. എടാ പോപ്പട്ടെ, നീ ഒരു പെയിന്ററിന്റെ ഹൃദയമാണ് തകർത്തത്. എടാ തോത്താറാമേ, പോപ്പട്ട് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാ ഈ കോട്ടിലെ കറ വെള്ളയാക്കണം. അപ്പൊ ഈ കറ കാണാതെ പോകും. അതെ, കാരണം നീ ഒരു അടിപൊളി പെയിന്റർ ആണല്ലോ. നീ വിചാരിച്ചാൽ ഈ കറ തന്നെ കാണാതെ പോവും. ഇന്നാ പിടിച്ചോ വൈറ്റ് പെയിന്റ്. ഇപ്പൊ കഴിയും നിന്റെ പ്രശ്നം. കൊള്ളാലോ. താങ്ക് യു തോത്താറാം. എന്റെ ചേട്ടാ, അവന്മാര് പോയി. നിങ്ങൾ വേഗം തന്നെ പെയിന്റ് പണി തുടങ്ങിക്കോ. ഇതെന്ത് പറ്റി? എന്നോട് പോസ് ചെയ്യാൻ പറഞ്ഞിട്ട് ചേട്ടൻ ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ? നന്നായി എന്തായാലും കോട്ട് കിട്ടിയല്ലോ. പക്ഷെ ഇനിയിപ്പോ ഈ കോട്ട് ഞാൻ എങ്ങനെ ഇടുക? ഐഡിയ. ഇപ്പൊ നീ കണ്ട അത്ഭുതം. കോട്ട് എന്തായാലും ശരിയായി. പക്ഷെ ഇതിലെ കറ ഇതുവരെ പോയില്ലല്ലോ കൂട്ടുകാരെ. ഓ, കേൾക്കൂ കേൾക്കൂ കേൾക്കൂ. രാവിലെ ഞാൻ ഉരുളക്കിഴങ്ങ വിറ്റത്, പക്ഷെ ആരും തന്നെ വാങ്ങിയില്ല. എങ്ങനെ വിൽക്കാനാ? താൻ ഇതിനകം വല്ല പച്ചക്കറിയോ പഴോ വിറ്റിരുന്നെങ്കിൽ അത് ഇപ്പൊ വിറ്റ് പോയേനെ. ഓ, ഞാൻ വിൽക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഈ കെമിക്കൽ എന്റെ വീട്ടിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് ഒട്ടിപ്പിടിക്കുന്ന ഗമ്മാണ്. ഇനി ഉണ്ടാവില്ല നിങ്ങളുടെ വീട്ടിലെ ചവർ എന്നും. ഈ കെമിക്കൽ നിങ്ങളുടെ തൊടിയിലെ കറകളെല്ലാം ഉടൻ തന്നെ എടുത്ത് മാറ്റും. വരൂ, കർത്താ ഫാം ആൻഡ് കെമിക്കൽ. എല്ലാരും വേഗം വാ. ചെന്നാട്ടെ. നല്ല രസമുണ്ടല്ലേ? എന്തോന്ന് രസമുണ്ടെന്ന്? നടന്ന് നടന്ന് എന്റെ കാല് തന്നെ തേഞ്ഞു പോയി. ആരായി ഹോട്ടൽ ബുക്ക് ചെയ്തത്? എന്റെ പണിന്ന് തീരുവാന്ന് തോന്നുന്നത്. സണ്ണി, നമ്മൾ അഡ്വഞ്ചർ ട്രിപ്പിനാ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും അഡ്വഞ്ചർ ഉണ്ടാക്കേണ്ടതല്ലേ? എന്റെ കെട്ടി അവന്മാരെ നിന്ന് നോക്കിയേ, എല്ലാരും ചെളി കുളിച്ചിരിക്കാണ്. അല്ലെങ്കിലും അവന്മാർക്ക് അതേ പറ്റുള്ളൂ. കൊള്ളാം. അടി തെറ്റിയാൽ സണ്ണിയും വീഴും. എടാ, നീ എന്താ പറഞ്ഞേ? സണ്ണി വേണ്ട. ഇപ്പൊ നോക്കിയോ ഞാൻ എത്ര മാത്രം സൂക്ഷിച്ചു പോകുന്നു. ഇതെന്താടാ ചിരിക്കുന്ന കാര്യമാണോ? എനിക്കിപ്പോ പരിക്ക് പറ്റിയേനെ. എടാ സണ്ണി, ഇതൊക്കെ പ്ലാനഡല്ലേ, ട്രിപ്പ് അല്ലേ, കുറച്ച് തമാശയൊക്കെ വേണ്ടേ? എടാ മണ്ടന്മാരെ, ഞാൻ താഴെ വീഴുന്നത് നിങ്ങക്ക് തമാശയായിട്ട് തോന്നുന്നല്ലേ? ഞാനാണെങ്കിൽ മഴ വരുമ്പോ എന്റെ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് സുഖമായിട്ട് സൂപ്പ് കുടിക്കും. എന്നാ നിങ്ങളാണെങ്കിലോ ചെളി വെള്ളത്തിൽ കപ്പലോടിച്ച് കളിക്കും. പിടിച്ചോ, നീ കടലാസ് തോണിലോട്ടങ്ങ് കേറി തുഴഞ്ഞ് വേഗം ഹോട്ടലിലോട്ട് വന്നാ മതി. പിടിച്ചോ. എടാ, ഈ കറ ഇപ്പോഴും പഴയതുപോലെ തന്നെ ഉണ്ട്. എന്ത് നോക്കട്ടെ? അയ്യോ എന്റെ അമ്മച്ചി, ഈ കറ ഇതിന്ന് എങ്ങനെയെങ്കിലും കളഞ്ഞേ മതിയാകൂ.
അല്ലടാ, ഇതെന്താ കറയാണോ അതോ ഇതിലുള്ള ഡിസൈനാണോ? 5 പ്രാവശ്യം കോട്ട് നനച്ചു, എന്നിട്ടും ഇതിനകത്തുനിന്ന് ഇത് പോന്നേയില്ല. അപ്പൊ എന്തായാലും ഇന്ന് രാത്രി നടക്കുന്ന ഫാഷൻ ഷോയില് ഞാൻ ഈ കറ പിടിച്ച കോട്ട് തന്നെ ഇട്ടുകൊണ്ട് പോവേണ്ടി വരും. എന്റെ ഡൈഹാർഡ് ഫാൻസ് എന്നെ കുറിച്ച് എന്താ ചിന്തിക്കുക? ഡൈ ഹാർഡ് ഫാനോ? ശരി, അത് വിട്ടേക്ക്. പാവപ്പെട്ട ജനങ്ങൾ എന്നെ പറ്റി എന്താ വിചാരിക്കുക? ഹണി, ഫാഷൻ ഷോയ്ക്ക് വേണ്ടി പുതിയ കോട്ട് വാങ്ങിക്ക്. വേണ്ട, അതെന്താ? ഈ കോട്ട് എനിക്ക് മേഡാണ് വാങ്ങിച്ചു തന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഫാഷൻ ഷോയിൽ ഇത് തന്നെ ഇടണമെന്ന്. അല്ലെന്നുണ്ടെങ്കിൽ റാംപാക്കിന് പോകാനായിട്ട് എന്റെ കയ്യിൽ ഒരുപാട് ഡ്രസ്സ് വേറെ ഉണ്ട്. ദാ ഈ ടവല്, പിന്നെ ദാ ഇത്, ദാ പിന്നെ ഇത്, മോജ, ചംച്ച. അയ്യോ വേണ്ട, വിട്ടേക്ക്. കറ എങ്ങനെങ്കിലും ഇളക്കാം, പക്ഷെ നിന്റെ ഇളക്കം സഹിക്കാൻ കഴിയുന്നില്ല. കാരണം നീ തോർത്തു കൊടുത്തോണ്ട് റാംപോക്കിൽ വരുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. ഈ കോട്ട് എനിക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ടതാന്ന് വെച്ചാ ഉറുമ്പുകൾക്ക് ഉപ്പ് പോലെയാണ്. എടാ, ഉറുമ്പുകൾ പഞ്ചസാരയാണ് തിന്നുന്നത്. ആയിരിക്കാം, പക്ഷെ അതിന് ഐഡന്റിറ്റി കുറവുണ്ട്. അതുകൊണ്ടാണ് അത് ഉപ്പ് കഴിക്കുന്നത്. ഈ കറ എന്തായാലും ഞാൻ ഇതിന് കളഞ്ഞിരിക്കും. കുറച്ച് അധികം ഡിറ്റർജന്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ കറ എല്ലാം പോയി കിട്ടും. അധികം പൗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വെളുപ്പ്. എടാ ഹണി, നീ എന്തുമാത്രം പൗഡറാ ഇടുന്നേ? എന്തായാലും കറ തീർച്ചയായിട്ടും പോയിരിക്കും. എന്റെ അമ്മച്ചി, സോർദാറിന്റെ സമൂസ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നേ. നാക്ക് പൊള്ളിയതാ, ഇഷ്ടപ്പെട്ടതല്ലടാ. ഇത് ഞങ്ങളുടെ ടാലന്റിന്റെ പൈസയാണ് കൂട്ടുകാരെ. ഞങ്ങൾ പിച്ചെടുക്കുകയല്ല. ഞങ്ങൾ ചെയ്യുന്നത് ആരെങ്കിലും ചെയ്തു കാണിച്ചാൽ നിങ്ങൾ ഒരു കള്ളന് കൊടുക്കുന്ന ശിക്ഷ തന്നെ ഞങ്ങൾക്കും തന്നാൽ മതി. ഞങ്ങളുടെ ജീവൻ പണയം വെച്ചാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രകടനം നടത്തുന്നത്. നിങ്ങൾ തരുന്ന പണം കൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ജനങ്ങളെ കണ്ടാട്ടെ ഈ അത്ഭുത പ്രതിഭാസം. ഈ പ്രകടനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഓരോ ദിവസത്തിനുമുള്ള അന്നത്തിന്റെ പണമാണ്. കോപ്പട്ട് ചെയ്ത് കാണിക്കൂ. എന്തോന്ന്? ഞാനോ? എങ്ങനെ? നിങ്ങളുടെ ഈ കഴിവിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളോടൊപ്പം ചേർന്ന് ജോലി ചെയ്യാം. അയ്യോ വേണ്ടേ, ഓഫറൊക്കെ പിന്നീട് മതി. ഇപ്പൊ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കെന്താ? എടാ പോപ്പട്ടെ, എന്ത് പണിയാ കാണിച്ചത്? ഇത് മൊത്തം കരിഞ്ഞു പോയല്ലോ. പറയൂ, നിങ്ങൾക്ക് എന്റെ ഓഫർ ഓക്കെയാണോ? ഓടിക്കോ, കാർണിവലിൽ കാളക്കൂട്ടം ഓടിക്കേറിയിട്ടുണ്ട്. ഓടിക്കോ, അയ്യോ അയ്യോ. എന്താ ഇവന്റെ കോട്ടിലെ കറ പോകാനായിട്ട് നിന്റെ അടുത്ത് എന്തെങ്കിലും കെമിക്കൽ ഉണ്ടെങ്കിലേ ഒന്ന് വേഗം പറയേ. കർത്താ, എല്ലാവരുടെയും സുഹൃത്താ, അങ്ങനത്തെ കെമിക്കൽ ഇല്ല. എന്നാൽ ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം. നീ എന്താ ഈ കാണിച്ചു വെച്ചേ? എടാ, ഇത് പാർട്ടിയിലെ ടിഷ്യൂ പേപ്പർ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. എടാ, ഈ കോട്ടേ ഹണി ഇടാനുള്ളതാ, അല്ലാതെ ഹണിയുടെ ബുദ്ധിക്കല്ല. നീ എന്തിനാടാ ഈ കോട്ട് ഇത്രയും ചെറുതാക്കി മാറ്റിയത്? സംശയമുണ്ടോ? ഞാൻ ഇപ്പൊ തന്നെ വലുതാക്കാനുള്ള കെമിക്കൽ ഇതിലേക്ക് ഇടാം. എന്റെ അമ്മച്ചി, നീ എന്താണ് ഈ കാണിച്ചു വെച്ചേ? എന്റെ ലക്കി കോട്ടിന് ഇവനിപ്പോ പുതപ്പാക്കി മാറ്റിയിരിക്കുകയാണ്. എടാ അളിയാ, എടാ ഇത് ഞാനാണ്ടാ, ഞാനാടാ. എന്റെ അമ്മച്ചി, കൊച്ചളിയെ സോറിടാ, അറിയാതെ പറ്റിയത് ഇനിയെ തല്ലില്ല. ഇത് ഞാനായിരുന്നു. എടാ കറുത്താ, നീ മര്യാദക്ക് എന്റെ കോട്ട് ശരിയാക്കി എടുക്കുന്നോ അതോ ഇല്ലയോ? ക്ഷമിക്ക, ഞാൻ വേറെ കെമിക്കൽ ഇട്ടേക്കാം. കോട്ട് എന്തായാലും ശരിയായി. എന്റെ കോട്ട് ശരിയായി. എന്തേത്? എന്റെ കോട്ട് നശിച്ചോണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം എന്റെ ഫാഷൻ ഷോ തുടങ്ങാൻ പോവുകയാണ്. നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം. നീ കോട്ട് വേഗം ഊരിത്താ.
പിന്നെ ആ ചോപ്പും കൂടി. കിട്ടി, നമുക്ക് ഒരുപാട് കോട്ടൊന്നും ഉണ്ടാക്കണ്ട, പോകാമോ? ആ പോവാം. ഇതാ തയ്യാറായി കഴിഞ്ഞു ഹണിയുടെ അടിപൊളി കോട്ട്. നീ എന്തായാലും കലക്കി പണി. വേഗം വാ ഹണി, ഇനി അടിച്ചു പൊളിക്കേണ്ടത് നീയാണ് ഫാഷൻ ഷോയില്. ക്ലബിലെ ഫാഷൻ ഷോയ്ക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് ഈസ്റ്റ് ഓർ വെസ്റ്റ്, പക്ഷെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം ദി ബെസ്റ്റ്. അടികൈ, ഇപ്പൊ പങ്കെടുക്കാൻ പോകുന്നവരെല്ലാം ഇട്ടോണ്ട് വരാൻ പോവുകയാണ് നല്ല അടിപൊളി ഡ്രസ്. അത് സ്റ്റൈൽ ആകും ബെസ്റ്റ്. അവര് ജയിക്കും ഈ ഫാഷൻ ടെസ്റ്റ്. അടികൈ. എന്നാൽ ഇപ്പോൾ നോക്കാം നമ്മുടെ ഇന്നത്തെ ഫാഷൻ മോഡൽ. എന്ത് പറ്റി വലിയ മേഡത്തിന്റെ ഈ കോട്ട് ഒരു വഴിയായിരിക്കാണ്. സത്യത്തിൽ എന്നെ കാണാൻ നന്നായിട്ടുണ്ടോ കൊച്ചളിയ? എടാ, നിന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. നീ നല്ല കോൺഫിഡന്റ് ആയിട്ട് സ്റ്റേജിലേക്ക് പോകാൻ നോക്ക്. ഹണി, നിങ്ങൾക്ക് സ്റ്റേജിലേക്ക് പോകേണ്ട സമയമായിരിക്കാണ്. ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. അടിപൊളി ഹണി, എന്തൊരു സ്റ്റൈൽ ഇത്. കൊള്ളാം, നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കോട്ട്. അടിപൊളി ഹണി, അടിപൊളി. നീ കലക്കി ഹണി, കലക്കി. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. സന്തോഷം കൊണ്ട് ഞാൻ ബോധം കെട്ട് വീഴാൻ പോവാ. ഇന്നത്തെ ദിവസം വളരെ നന്നായിരുന്നു. എന്ത് സ്ഥലം ഇത്? ഫാനും ഇല്ല, എ സി ഇല്ല, കറണ്ടും ഇല്ല, ലൈറ്റും ഇല്ല. ലൈറ്റിന് നാളെ രാവിലെ വരത്തുള്ളൂ. തൽക്കാലം ഞാൻ നിങ്ങളുടെ റൂമിലൊക്കെ ക്യാൻഡിൽ സെറ്റ് ചെയ്യാം. അല്ല ഈ ക്യാൻഡിൽ കൊണ്ട് എങ്ങനെ ഫാൻ കറങ്ങുന്നേ? പുറത്താണെങ്കിൽ ചന്ദ്രന്റെ വെളിച്ചവും കാറ്റുമുണ്ട്. നമുക്ക് ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങാം. ഇവിടെ ഉറങ്ങാന്നോ? വല്ല പ്രാണികൾ നമ്മുടെ ദേഹത്ത് കയറും. അതിന് നമുക്ക് തീ കത്തിക്കാലോ. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഇതിപ്പോ ക്യാമ്പ് ഫയറിന്റെ പരിപാടി പോലെ ആയല്ലോ. എടാ സണ്ണി, നീ ഗിറ്റാർ വായിക്ക്. അതെ, ഒന്ന് വായിക്കുന്നേ പ്ലീസ്. കുലിക്കത്തക്കത്തെ ഡാൻസ് കളിക്കാന്നേ. പിന്നെ ഞാൻ ഉറങ്ങാതിരിക്കാനേ മൂങ്ങയൊന്നുമല്ല. മൂങ്ങകളാണ് മണ്ടന്മാര് രാത്രി ഉറങ്ങാതിരിക്കുന്നത്. നിങ്ങളെ കളിയാക്കുന്നോ? അയ്യോ, ഒരു സിംഹത്തിന്റെ ഒച്ചയല്ലതാ കേട്ടത്. അയ്യോ, അത് സിംഹത്തിന്റെ ഒച്ചയാണ്. സണ്ണി, വേഗം നീ ഗിറ്റാർ എടുത്ത് വെച്ച് വായിക്ക്. മ്യൂസിക് ഉണ്ടെങ്കിലേ വന്യമൃഗങ്ങൾ ഒന്നും തന്നെ ഇങ്ങോട്ടേക്ക് വരില്ല. അതേ പടി നീ പറഞ്ഞതേ ശരി തന്നെയാണ്. ഒരു നല്ല പാട്ട് വായിക്ക്. സണ്ണി, നീ ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കുന്നേ. ആര്? ഞാനോ? ഓക്കേ. എന്നാ പിന്നെ ആ ഗിത്താർ ഞാൻ വായിക്കാം. എന്ത് പറ്റി സണ്ണി? എന്റെ മുറിയിൽ ഒരു പല്ലി. എവിടെ പല്ലി? അതവിടെ നിൽക്കട്ടെ. ഇത്രയും വലിയ മസിലുള്ള ബോഡിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പല്ലിനെ നിനക്ക് ഇത്ര പേടിയാണോ? എടാ, പേടിയൊന്നും അല്ല, എനിക്ക് വെറുപ്പാണ്. ഇത്രയും വലിയ ഹോട്ടലിൽ ഈ വൃത്തിയായിട്ട പല്ലിയൊക്കെ ഉണ്ടാവോ? വലിയൊരു പണക്കാരൻ. ഇവന്റെ റൂമിലെ പല്ലിയല്ല മുതലയാ ഉണ്ടാവേണ്ടത്. സംശയമുണ്ടോ? മുതലാളി, മുതലേ മതിയതാ. ഡ്രാഗൺ വല്ലതും വെക്കണോ? എടാ, റൂമിന്റെ സൈസ് കണ്ടോ? വലുതാണല്ലോ. ആ, ഇത് നിങ്ങൾക്കൊക്കെ വലുതാണ്. പക്ഷെ എന്റെ വീട്ടിലെ ബാത്റൂം ഇതിനേക്കാളും വലുതാണ്. സണ്ണി, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. എന്താ പക്ഷേ ഇത്? എടാ കണ്ടോടാ, ഈ മുറിന്നും അല്ലാത്തൊരു ദുർഗന്ധം വരുന്നുണ്ട്. ഇനി ദുർഗന്ധമൊന്നും വരില്ല. എടാ, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. എന്റെ കയ്യിൽ നല്ല റൂം ഫ്രഷനർ ഉണ്ട്. ഇതിന്റെ ആവശ്യം നിങ്ങൾക്കാണുള്ളത്. കാരണം ഇതുപോലത്തെ ചുറ്റുപാടിലാണല്ലോ നിങ്ങൾ വളർന്നു വന്നത്. അതെ മുതലാളി, മുതലാളിയുടെ അത്രയും വൃത്തി ഞങ്ങൾക്കാർക്കും ഇല്ലല്ലോ. അങ്ങയുടെ അടുത്ത് നിന്നാ അവര് ബോധം കെട്ട് 4 ദിവസം കഴിഞ്ഞ് എഴുന്നേക്കും. മതി മതി, എല്ലാരും പോയി കിടന്ന് ഉറങ്ങിക്കോ. രാവിലെ ഉറക്കം എണീക്കേണ്ടതാ. സണ്ണി, വേഗം വാ.
സ്റ്റിയറിംഗിൽ മുഴുവൻ അഴുക്കാണ്. അത് തുടച്ചു കളഞ്ഞിട്ട് കേറി ഇരിക്കാൻ നോക്ക് സണ്ണി. അടിച്ച് പൊളിക്കാനുള്ളതാ. കുറച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകാടേ. നിങ്ങൾക്കൊന്നും പ്രശ്നമല്ലല്ലോ, പക്ഷെ ഞങ്ങൾക്കത് ഇൻഫെക്ഷൻ ആയിട്ട് മാറും. നിങ്ങൾ തന്നെ നന്നായിട്ട് അടിച്ചു പൊളിച്ചോ. ഓക്കേ. കിറ്റി കിറ്റി ലെഫ്റ്റിൽ ഓവർടേക്ക് ചെയ്യേ. അല്ല, അവരല്ലേ അടിച്ചു പൊളിക്കുന്നത്, പിന്നെ ഞാനെന്താ സന്തോഷിക്കുന്നത്? എനിക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ ത്രില്ലാവുകയാണ്. അതെ, പക്ഷെ സണ്ണി നീ വെള്ളത്തിലെ പേടിച്ചിരിക്കായിരുന്നല്ലോ. പിന്നെ ഞങ്ങളുടെ കൂടെ ആകാശത്ത് വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അതെ, നീ ഇവിടെ തന്നെ ഇരിക്കേ, ഞങ്ങൾ പോയി പാരാഗ്ലൈഡിങ് ചെയ്തിട്ട് വരാം. അതെ, എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങളെ പോലെ തന്നെ എനിക്കും പാരാഗ്ലൈഡിങ് ചെയ്യാനൊക്കെ അറിയാം. അതെ, വേഗം ഒന്ന് ഫിറ്റി. ഇതിന്റെ സുഖം എന്താണെന്ന് എനിക്കും ഒന്ന് അറിയണം. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ അഡ്വഞ്ചർ ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ചെയ്യുന്നതാണ്. മാത്രമല്ല, ഇപ്പൊ നിങ്ങളുടെ കൂടെ പറക്കാനും ഒരു രസമുണ്ട്. സംശയമുണ്ടോ? അയ്യോ, എന്നെ വേഗം താഴെ ഇറക്ക്. എനിക്കൊന്നും കാണണ്ട. എന്നെ വേഗം താഴെ ഇറക്ക്. പ്ലെയിനിൽ കയറി നീ പരിചയമുള്ളൂ. എന്നെ ഇറക്ക്. എന്നെ ഇറങ്ങാനാ പറഞ്ഞത്. ചെവി കേട്ടൂടെ? എടോ, തന്റെ പേരെന്താ? മയൂർ. മാനാണെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് താഴെ ഇറങ്ങണോ വേഗം. എനിക്ക് വല്ലാതെ പേടിയാവുക. തന്നോടാ ഞാൻ പറഞ്ഞത്, എന്നെ ദൈവം താഴെ ഇറക്ക്. എനിക്ക് ഇങ്ങനെ പോവാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും. എന്നെ പെട്ടെന്ന് താഴെ ഇറക്കണോ. താഴോട്ട് പോവാനാണെങ്കിൽ കുറച്ച് സമയം എടുക്കില്ലേ? ഒന്ന് അടങ്ങി. എന്തിനാ പേടിക്കുന്നേ? താഴേക്ക് നോക്കിയേ, കാണാൻ എന്ത് ഭംഗിയാ. എനിക്കത് കാണണ്ടേ? വേണ്ട. ഓക്കെ ഓക്കെ. കാണാൻ ഭംഗിയായിട്ടൊക്കെ ഉണ്ട്. എടോ മയൂരേ, ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടിട്ടൊരു വണ്ടിയെ പോലെ ഉണ്ട്. കറുത്ത മുടിയാണ്, കണ്ണ് തള്ളിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. ഒരു കുട്ടിയെ കാണാതായിട്ടുണ്ട്. ചുമന്ന നിക്കറും പച്ച ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത്. കാണാൻ തത്തയെ പോലെ ഉണ്ടാകും. കണ്ടു കിട്ടുന്നവർ ഉടനെ അറിയിക്കണം. അതെ, സാറിപ്പോ പറഞ്ഞു നിർത്തിയതല്ലേ ഉള്ളൂ കൊച്ചിനെ കണ്ടു കിട്ടിയെന്ന്. അതെ, കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ വീണ്ടും ഇന്നലെ കുട്ടിയെ കാണല്ലോ എന്ന് പറഞ്ഞ് അനൗൺസ്മെന്റ് ചെയ്യുന്നത് ഇങ്ങനെ. ഈ കുട്ടിയെ കാണാതായിട്ടുണ്ടെങ്കിൽ കാണാതായിട്ടുണ്ടെന്നല്ലേ പറയേണ്ടത്. എന്ത് പോലീസുകാരനാ സാറ്? ഒരു കുട്ടിയെ കിട്ടിയിട്ട് അപ്പൊ തന്നെ കാണാണ്ടു ആയോ? ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്, ഒരു കുട്ടിയെ കാണാതായിട്ടുണ്ട്. രണ്ടും രണ്ട് കാര്യമാണ്, മനസ്സിലായോ? ബണ്ണി, സോർദാർ, പിന്നെ പോപ്പട്ടിനെ കാണാണ്ടായിട്ടുണ്ട്. കാണാതായത് 3 പേരെയല്ല, കാണാതായത് നിന്നെ മാത്രമാണ്. അതിന് എന്നെ എങ്ങനെയാ കാണാണ്ടായത്? ഞാനിപ്പോ സാറിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. നീ ഇവിടെ തന്നെ നിൽക്ക്. തെറ്റിപ്പറ്റിയത് എനിക്കാണ്. ഞാനേ ഇപ്പൊ തന്നെ അവരെ ഇങ്ങോട്ട് വിളിക്കാം. ആ പാട്ടൊന്ന് നിർത്തുന്നുണ്ടോ? അതിപ്പോ ഞാൻ നിർത്തിച്ചു തരാം. കേട്ടിട്ട് അവിടുന്ന് സൗണ്ട് വരുന്നത്. ഇവിടെ മുഴുവനും തിരക്കേണ്ടി വരും. ഈ മുക്കിലും മൂലയിലും ഇനി എവിടെ പോയി തിരക്കാനാ? എന്തായാലും ജോർദാറിനെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അവൻ ഏതെങ്കിലും ആഹാരം കഴിക്കുന്ന കടയിൽ തന്നെ കാണും. അയ്യോ, ഇവിടെയും ഇല്ലല്ലോ. ഞാൻ അന്വേഷിച്ച് തളർന്നു. നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ബണ്ണി നോക്ക്, എത്ര നന്നായിട്ടാണ് റൊട്ടി ഉണ്ടാക്കുന്നത്. കണ്ടു. നീ വാ, നമുക്ക് ഹണിയെയും പോപ്പണിനെ കണ്ടുപിടിക്കാം. പക്ഷെ എങ്ങനെയാണ് അന്വേഷിക്കുക? ആദ്യം നമുക്ക് സർക്കസുകാരനെ കണ്ടുപിടിക്കാം. അവൻ പോപ്പണിന്റെ പുറകെ നടക്കുക, അവനെ കൊണ്ടുപോകാൻ. ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് മുകളിലൂടെ പോയി നോക്കിയിട്ട് വരാം.
എടോ താൻ പറയുന്നത് കേക്ക്. മുളക് കഴിച്ചത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്തത്. എനിക്ക് തന്നോടൊപ്പം ഒരിക്കലും ജോലി ചെയ്യാൻ കഴിയില്ല. സംശയമുണ്ടോ? അയ്യോ പ്ലീസ്. ആഹാ അടിപൊളി. എനിക്ക് എന്റെ കൂട്ടുകാരെ കിട്ടി. ഓ ആരെങ്കിലും ഇയാളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇയാളെന്റെ പുറകെ തന്നെ നടക്കുക. ചേട്ടാ ചേട്ടൻ ഇവിടെ എന്തെടുക്കുക? ചേട്ടന്റെ ആൾക്കാർ അവിടെ ജനങ്ങൾ വളഞ്ഞിരിക്കുക. അഭ്യാസം കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ കാശ് തിരികെ കൊടുക്കാനാ അവര് പറയുന്നേ. അയ്യോ അങ്ങനെയോ? ഓ അയ്യോ. പോപ്പട്ടെ, നീ പറഞ്ഞത് കള്ളമാണ്. ഹണി ഇവിടെ എങ്ങും തന്നെ ഇല്ല. ഹണി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും പ്രശ്നവും ഉണ്ടാവും. കാർണിവലിൽ എവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ മ്യൂസിക് ഒന്ന് നിർത്ത്. എനിക്ക് അനൗൺസ്മെന്റ് ചെയ്യിക്കാനുള്ളതാ. വേഗം നിർത്താൻ. നല്ലൊരു ഡാൻസ് നടക്കുമ്പോൾ മ്യൂസിക് എങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത്? തന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത് ഈ മ്യൂസിക് നിർത്താൻ, അല്ലെങ്കിൽ ഞാൻ നിർത്തും. ഇതിപ്പോ എന്താ ചെയ്യാ? ഇതൊന്നും നിക്കുന്നില്ലല്ലോ. എടോ 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 താൻ എന്താണോ ഈ കാണിക്കുന്നേ? നോക്ക്, ഹണി അവിടെ തന്നെ കാണും. സംശയമുണ്ടോ? എടോ അളിയാ ഹണി എന്നെ വിട്, എന്നെ വിട്.